ഇപ്പോൾ ഓസ്ട്രേലിയയിലെ പല പ്രോപ്പർട്ടി ഇൻവെസ്റ്റേഴ്സിനും വലിയ കൺഫ്യൂഷനുണ്ട്. റീസെൻറ്റ് ബഡ്ജറ്റ് ചേഞ്ചസ് വന്നതിന് ശേഷം പ്രത്യേകിച്ച് നെഗറ്റീവ് ഗിയറിങ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചേഞ്ചസ് കാരണം പലരും ചോദിക്കുന്നൊരു കോമൺ ക്വസ്റ്റ്യൻ ഇതാണ്: ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി വാങ്ങുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി വാങ്ങുന്നതാണോ നല്ലത്? ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം പ്രോപ്പർട്ടി വാങ്ങുന്നത് ഒരു ചെറിയ ഡിസിഷനല്ല. അത് നമ്മുടെ ഫ്യൂച്ചർ വെൽത്ത്, ഫാമിലി സെക്യൂരിറ്റി, ക്യാഷ് ഫ്ലോ, ടാക്സ് പ്ലാനിങ്, റിട്ടയർമെൻറ്റ് പ്ലാനിങ്, ഇതിനെ എല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു ഡിസിഷനാണ്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി വാങ്ങിയാൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടും, ഡിപ്രിസിയേഷൻ കിട്ടും, നെഗറ്റീവ് ഗിയറിംഗ് ബെനിഫിറ്റ് കിട്ടും, ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി സേവിങ്സും കിട്ടും. അപ്പോൾ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി വാങ്ങുന്നത് എന്തിനാണ്? ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിൽ എല്ലാ രീതിയിലും ബെനിഫിറ്റ് എന്നാണ് പലരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇത് കേൾക്കുമ്പോൾ നമുക്കും തോന്നും, ശരിയാണെന്ന് തോന്നും. പക്ഷേ പ്രോപ്പർട്ടി ഇൻവെസ്റ്റിങ്ങിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: ടാക്സ് സേവിങ് മാത്രം നോക്കി പ്രോപ്പർട്ടി വാങ്ങിയാൽ അത് ചിലപ്പോൾ വലിയൊരു മിസ്റ്റേക്കായിട്ട് മാറും. ഒരു പ്രോപ്പർട്ടി നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ടാക്സ് ബെനിഫിറ്റ് നോക്കി മാത്രം അല്ല. അതിൻ്റെ ലൊക്കേഷൻ, ക്യാപിറ്റൽ ഗ്രോത്ത്, റെൻറ്റ്, ഡിമാൻഡ്, ലാൻഡ് വാല്യൂ, കൺസ്ട്രക്ഷൻ ഡിലേ, റീസെയിൽ വാല്യൂ, റിസ്ക്, ക്യാഷ് ഫ്ലോ, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ഡിസിഷനിൽ വരാൻ. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷനിൽ ചെറുതായിട്ടൊന്ന് മാറ്റാൻ പറ്റും. നിങ്ങളുടെ കൺഫ്യൂഷൻ മാറാൻ ഈ വീഡിയോസ് നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി വാങ്ങുന്നത് നല്ലതാണോ, അതോ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി വാങ്ങുന്നതാണോ നല്ലത്? സ്റ്റാമ്പ് ഡ്യൂട്ടി സേവ് ചെയ്താൽ മാത്രം മതിയോ, അതോ കൺസ്ട്രക്ഷൻ ഡിലേ വന്നാൽ നിങ്ങൾക്ക് എത്രത്തോളം നഷ്ടം വരും? ഒരു വർഷത്തെ ഗ്രോത്ത് നിങ്ങൾ മിസ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് രീതിയിൽ നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യും? ഇതെല്ലാം നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ആദ്യം ഒരു സ്മോൾ ഡിസ്ക്ലെയിമർ ഞാൻ പറയാം. ഇതൊരു ജനറൽ ഇൻഫർമേഷൻ മാത്രമാണ്. ഇതൊരു പേഴ്സണൽ ഫിനാൻഷ്യൽ അഡ്വൈസായിട്ട് കൺസിഡർ ചെയ്യരുത്. ഒരു ടാക്സ് അഡ്വൈസോ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസോ ഒന്നുമല്ല. ഓരോ ആളുകളിലും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഡിഫറൻ്റ് ആണ്. അതിനനുസരിച്ച് നിങ്ങൾ ഡിസിഷൻ എടുക്കണം. അത് നിങ്ങൾ അക്കൗണ്ടിനോടോ, മോർഗേജ് ബ്രോക്കറോടോ, ഫിനാൻഷ്യൽ അഡ്വൈസറോടോ, പ്രോപ്പർട്ടി പ്രൊഫഷണലോടോ സംസാരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടേതായ ഡിസിഷൻ എടുക്കാവൂ. അപ്പോൾ അഗെയിൻ ഇതൊരു ജനറൽ ഇൻഫർമേഷൻ മാത്രമാണ്. ഇപ്പോൾ ആദ്യം നമുക്ക് ബഡ്ജറ്റ് ചേഞ്ചസ് എന്താണെന്ന് സിമ്പിളായിട്ട് നോക്കാം. ഇപ്പോൾ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത ചേഞ്ച് അനുസരിച്ച് 1 ജൂലൈ 2027 മുതൽ നെഗറ്റീവ് ഗിയറിംഗ് ബെനിഫിറ്റ് മെയിൻലി ന്യൂ ബിൽഡ്സിന് മാത്രം ലിമിറ്റ് ചെയ്യാനാണ് പ്ലാൻ. അതായത് ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിന് റെൻറ്റ് ലോസ്, അവരുടെ അതർ ഇൻകം, സാലറി ഇൻകം പോലുള്ള ഇൻകത്തിനോട് ഓഫ്സെറ്റ് ചെയ്യാൻ കഴിയുന്ന സ്ട്രക്ചർ തുടർന്നേക്കാം. എന്നാൽ ബഡ്ജറ്റ് നൈറ്റിന് ശേഷം എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടി അഥവാ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിന് ലോസ് ഉടനെ സാലറി ഇൻകത്തിനോട് ഓഫ്സെറ്റ് ചെയ്യാൻ കഴിയില്ല. ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യും. അതായത് ഫ്യൂച്ചർ റെൻ്റൽ ഇൻകം ഇല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനോട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇമ്മീഡിയറ്റ് ക്യാഷ് ഫ്ലോ ബെനിഫിറ്റ് കുറയും. ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലും ചേഞ്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പല ഇൻവെസ്റ്റേഴ്സിനും പ്രോപ്പർട്ടി 12 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്താൽ 50% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഡിസ്കൗണ്ട് ലഭിക്കുന്ന സിസ്റ്റമുണ്ട്. അപ്പോൾ പുതിയ നിയമം അനുസരിച്ച് 1 ജൂലൈ 2027 മുതൽ 50% ഡിസ്കൗണ്ടിന് പകരം ഇൻഫ്ലേഷൻ ബേസ്ഡ് ഇൻഡെക്സേഷൻ ആൻഡ് മിനിമം 30% ടാക്സ് സിസ്റ്റം വരാനാണ് അനൗൺസ്മെൻറ്റ്. പക്ഷേ ന്യൂ ബിൽഡിംഗ് വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിന് ഫ്യൂച്ചറിൽ സെല്ല് ചെയ്യുമ്പോൾ ഓൾഡ് 50% CGT ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ന്യൂ സിസ്റ്റം, ഇതിൽ ബെറ്റർ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ കഴിയും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. ഇതുകൊണ്ട് ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടിക്ക് ടാക്സ് ആംഗിളിൽ
ചില ബെനിഫിറ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ പല ഇൻവെസ്റ്റേഴ്സിനും ന്യൂ പ്രോപ്പർട്ടിയിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രധാനമായിട്ട് ചോദിക്കണം, അതായത് ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്ന കാരണം കൊണ്ട് മാത്രം ആ പ്രോപ്പർട്ടി നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആകുമോ? അതിൻ്റെ ഉത്തരം നോ എന്നാണ്. ഇപ്പോൾ ടാക്സ് ബെനിഫിറ്റ് ഒരു ബോണസാണ്, പക്ഷേ പ്രോപ്പർട്ടി ഫണ്ടമെൻ്റൽസ് വീക്ക് ആണെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് കൊണ്ട് മാത്രം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി പുവർ ലൊക്കേഷനിലാണെങ്കിൽ, പുവർ ലൊക്കേഷൻ മീൻസ് റെൻ്റൽ ഡിമാൻഡ് വീക്കാണ്, ലാൻഡ് കമ്പോണൻറ്റ് കുറവാണ്, ഓവർ സപ്ലൈ അവിടെ ഉണ്ട്, ഡെവലപ്പർ പ്രൈസ് ഓൾറെഡി ഹൈ ആണെങ്കിൽ, അതേപോലെ റീസെയിൽ ഡിമാൻഡ് കുറവാണെങ്കിൽ, ഡിപ്രിസിയേഷൻ കിട്ടിയാലും നെഗറ്റീവ് ഗിയറിങ് കിട്ടിയാലും അത് ലോങ് ടേം വെൽത്ത് ക്രിയേഷന് സ്ട്രോങ് അസറ്റ് ആകണമെന്നില്ല. അതുകൊണ്ട് സിമ്പിൾ റൂൾ ഇതാണ്: ഗുഡ് പ്രോപ്പർട്ടി ആദ്യം തിരഞ്ഞെടുക്കുക, ടാക്സ് ബെനിഫിറ്റ് പിന്നെ ബോണസായി കാണുക. അപ്പോൾ നിങ്ങൾ ടാക്സ് ബെനിഫിറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റർ 800K വർത്ത് ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി വാങ്ങാൻ പോകുന്നു. ഇപ്പോൾ ഡെവലപ്പർ പറയുന്നത് ബ്രാൻഡ് ന്യൂ ആണ്, ഡിപ്രിസിയേഷൻ നല്ലത് കിട്ടും, ഫ്യൂച്ചർ ടാക്സ് ബെനിഫിറ്റ് കിട്ടും, ചിലപ്പോൾ കൺസെഷൻ ക്വാളിഫൈ ചെയ്താൽ സ്റ്റാമ്പ് ഡ്യൂട്ടി സേവ് ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ളത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും. പക്ഷേ ഈ പ്രോപ്പർട്ടി ഓഫ് ദ പ്ലാൻ ആണ്. ഓഫ് ദ പ്ലാൻ എന്ന് പറഞ്ഞാൽ കൺസെഷൻ കംപ്ലീറ്റ് ആകാൻ 12 മാസം അല്ലെങ്കിൽ 18 മാസം, ചില സമയത്ത് അതിൽ കൂടുതൽ സമയം എടുക്കാം എന്തെങ്കിലും ഡിലേ വന്നാൽ. ഓക്കെ, ഇപ്പോൾ ഈ വെയിറ്റിംഗ് പീരീഡിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഈ 800K എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ ഈ 800K വാല്യൂ എന്നുള്ളത് കൺസെഷൻ കഴിയുന്ന സമയത്തുള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂ ആണ്. അപ്പോൾ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇനീഷ്യലി നമുക്ക് റെൻ്റൊന്നും കിട്ടില്ല, ടെനൻ്റ് ഇല്ല, ക്യാഷ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, കൺസെഷൻ ഡിലേ, ചില സമയത്ത് കൺസെഷൻ ഡിലേ ആവാൻ സാധ്യതയുണ്ട്, പല സാഹചര്യത്തിൽ നിന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. സെറ്റിൽമെൻറ്റ് സമയത്ത് ബാങ്ക് വാല്യുവേഷൻ കോൺട്രാക്ട് പ്രൈസ് നോക്കുമ്പോൾ പ്രൈസിനേക്കാൾ ചിലപ്പം കുറയും. ഇപ്പോൾ നമ്മൾ ഈ ബിൽഡർ അല്ലെങ്കിൽ ഡെവലപ്പർ പറയുന്ന എമൗണ്ടിനേക്കാൾ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത്, കൺസ്ട്രക്ഷൻ കഴിയുന്ന സമയത്ത് വാല്യുവേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് വരാം. ഇപ്പോൾ 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കൂടി, ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമോ കുറയോ എന്നുള്ളത് നമുക്കറിയില്ല. ലെൻഡിങ് പോളിസി നിങ്ങളുടെ ബോറോയിങ് പവറിനെ അത് ബാധിക്കാം. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനല്ല അടുത്ത വർഷം നല്ല സിറ്റുവേഷൻ ആവും, ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ വിസിബിൾ റിസ്ക് ആണ്. പക്ഷേ ഒരു ഇൻവിസിബിൾ റിസ്ക് കൂടിയുണ്ട്, അതായത് മിസ്ഡ് ക്യാപിറ്റൽ ഗ്രോത്ത്. ഇപ്പോൾ അടുത്തൊരു ഇൻവെസ്റ്റർ ഒരു എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി വാങ്ങി 800Kക്ക് വാങ്ങിയെന്ന് കരുതുക. അത് എസ്റ്റാബ്ലിഷ്ഡ് സബബിൽ നല്ല ലൊക്കേഷൻ നോക്കിയാണ് വാങ്ങിച്ചത്. എല്ലാ ഡാറ്റ ഫണ്ടമെൻറ്റൽസ്, ട്രാൻസ്പോർട്ടേഷൻ, സ്കൂള്, എംപ്ലോയ്മെൻറ്റ് എക്സസ്, റെൻ്റൽ ഡിമാൻഡ്. ആ പ്രോപ്പർട്ടി എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി വാങ്ങിച്ചു, 800K പ്രോപ്പർട്ടി വാങ്ങിച്ചു. നെക്സ്റ്റ് ഡേ മുതൽ റെൻറ്റ് കിട്ടി തുടങ്ങി. അടുത്ത 12 മാസത്തിൽ നമ്മൾ റൈറ്റ് ലൊക്കേഷനാണെങ്കിൽ ഒരു 8 to 12% ഗ്രോത്ത് പ്രതീക്ഷിക്കാം. നമ്മളൊരു ആവറേജ് 10% ഗ്രോത്ത് പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, അഗെയിൻ ഇഫ് ഇറ്റ് ഇസ് ദ പ്രോപ്പർട്ടി വിത്ത് റൈറ്റ് ഫണ്ടമെൻറ്റൽസ് ഇൻ ദ റൈറ്റ് ലൊക്കേഷൻ, ഒരു 10% ഗ്രോത്ത് പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈവൻ 5% ഗ്രോത്ത് പ്രതീക്ഷിക്കുകയെന്ന് വിചാരിക്കാം. 10% വേണ്ട, 5% ഗ്രോത്ത് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കൊരു 40,000 ക്യാപിറ്റൽ ഗ്രോത്ത് വരും ഇൻ 1 year ടൈം. ഇപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യാം, ആദ്യം ബ്രാൻഡ് ന്യൂ വാങ്ങിച്ച ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി വാങ്ങിച്ച ആൾക്ക് ഒരു 30 or 35,000 അയാൾ നെഗറ്റീവ് ഗിയറിങ്, ടാക്സ് ബെനിഫിറ്റ്, സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി വാങ്ങിച്ച ആൾക്ക് മിനിമം 10% കൂട്ടേണ്ട, 5% കൂട്ടിയാലും 40,000 അവിടെ ക്യാപിറ്റൽ ഗെയിൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ 2 എക്സാമ്പിൾ നോക്കുമ്പോൾ ഏതാണ് ബെറ്റർ? ആദ്യം വാങ്ങിച്ച ആൾ ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു, അയാളൊരു 30,000-35,000 ടാക്സും എല്ലാ കാര്യം സേവ് ചെയ്യുന്നു. പക്ഷേ രണ്ടാമത്തെ ആൾ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു, ഇൻ 1 year ടൈം ഒരു 8 to 12%, 10% ഗ്രോത്ത് കിട്ടുകയാണെങ്കിൽ അയാൾ 80K അവിടെ പ്രോപ്പർട്ടി അസറ്റ് കൂടി. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിൽ സേവിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ
ഗ്രോത്ത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയേക്കാം. സ്റ്റാമ്പ് ഡ്യൂട്ടി സേവിങ് പേപ്പറിൽ നമുക്ക് കാണാം, ഡിപ്രിസിയേഷൻ ഷെഡ്യൂൾ നമുക്ക് കാണാം, ടാക്സ് ബെനിഫിറ്റ് അക്കൗണ്ടൻറ്റ് നമുക്ക് കാണിച്ചു തരും. പക്ഷേ മിസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഗ്രോത്ത് പലരും കാൽക്കുലേറ്റ് ചെയ്യാറില്ല. ഇതാണ് ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക്. അവർ ചോദിക്കും സ്റ്റാമ്പ് ഡ്യൂട്ടി എത്ര സേവ് ചെയ്യാം, പക്ഷേ അവർ ചോദിക്കാറില്ല 1 ഇയർ വെയിറ്റ് ചെയ്താൽ എത്ര ഗ്രോത്ത് മിസ് ചെയ്യും എന്നുള്ളത് അവർ ചോദിക്കാറില്ല. അപ്പോൾ അവർ ചോദിക്കും ഡിപ്രിസിയേഷൻ എത്ര കിട്ടും, പക്ഷെ അവർ ചോദിക്കാറില്ല പ്രോപ്പർട്ടി ലോങ് ടൈമിൽ ക്യാപിറ്റൽ ഗ്രോത്ത് കിട്ടുമെന്നുള്ളത്. സാധാരണ അവർ ചോദിക്കുക അതേപോലെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി വളരെ നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആകാം, പക്ഷേ റൈറ്റ് ലൊക്കേഷൻ, റൈറ്റ് പ്രൈസ്, റൈറ്റ് ബിൽഡർ, റൈറ്റ് ഡിസൈൻ, റൈറ്റ് ഡിമാൻഡ്, റൈറ്റ് സപ്ലൈ കണ്ടീഷൻ, റൈറ്റ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രം. ചില ആളുകൾ ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി ഉണ്ടാക്കിയിട്ട് അവർക്കത് ടെനൻസിന് കിട്ടാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട്. അത് വാങ്ങിച്ച വിലയ്ക്ക് വിൽക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അതായത് അവർക്ക് സ്പെൻഡായ മണി തിരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ലൊക്കേഷൻസ് ഉണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ പുതിയ പ്രോപ്പർട്ടി ആയതിനാൽ മെയിൻ്റനൻസ് ഇനീഷ്യൽ ഇയേഴ്സിൽ കുറവായിരിക്കും. അത് കറക്റ്റാണ്, മെയിൻ്റനൻസ് അധികം ഉണ്ടാവുന്നില്ല. പുതിയ പ്രോപ്പർട്ടി ആയിട്ട് വാറണ്ടി ഉണ്ടാവും. ടെനൻസിന് അട്രാക്റ്റീവ് ആയിരിക്കും, ഡിപ്രിസിയേഷൻ ബെനിഫിറ്റ് കൂടുതലായിരിക്കും. 8-year റൂൾ അനുസരിച്ച് സെർട്ടൈൻ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ക്യാപിറ്റൽ വർക്ക് റിഡക്ഷനായി ജനറേറ്റ് 2.5% പെർ ഇയർ ഓർ 40 years ക്ലെയിം ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിന് കഴിയും. അതായത് ഡിപ്രിസിയേഷൻ ബെനിഫിറ്റ്സ് കിട്ടും. പ്രൊവൈഡഡ് പ്രോപ്പർട്ടി ഇൻകം പ്രൊഡ്യൂസിങ് നമ്മൾ പ്രോപ്പർട്ടി ഇൻകം പ്രൊഡ്യൂസിങ് പർപ്പസിന് യൂസ് ചെയ്തിരിക്കണം ആൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടിയിൽ ഡിപ്രിസിയേഷൻ ബെനിഫിറ്റ് കിട്ടും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. പക്ഷേ പ്രോബ്ലം എന്താണ്, പലരും ന്യൂ എന്ന വേർഡ് കേട്ടാൽ സേഫ് ആണെന്ന് കരുതും. പക്ഷേ ന്യൂ മീൻസ് ഓൾവേസ് ഗുഡ് അല്ല. ന്യൂ പ്രോപ്പർട്ടിയിൽ ഡെവലപ്പർ മാർജിൻ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോപ്പർട്ടി ഡെവലപ്പറുടെ അവരുടെ മാക്സിമം മാർജിൻ എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് കോസ്റ്റ് പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കാം. ഇപ്പോൾ ഡെവലപ്പറുടെ പ്രോഫിറ്റ്, ബിൽഡറുടെ പ്രോഫിറ്റ്, അവരുടെ മാർക്കറ്റിംഗ് സെയിൽസ്. അതേപോലെ പുതിയ പ്രോപ്പർട്ടി ആകുമ്പോൾ നിങ്ങൾക്കറിയാം ലാൻഡ് സൈസ് കുറവായിരിക്കും. ഇപ്പോൾ ഈ വർഷം ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയുടെ ലാൻഡും അടുത്ത വർഷം ഉണ്ടാകുന്ന പ്രോപ്പർട്ടി ലാൻഡ് സൈസും കുറഞ്ഞു വരും. പിന്നെ ആ സെയിം ഏരിയയിൽ ഇതേപോലെ തന്നെ ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടൗൺ ഹൗസ് വരാനുണ്ടായിരിക്കും. ബിൽഡിംഗ് അപ്രൂവൽസ് കൂടുതലുണ്ടാവും. മോർ ലാൻഡ് റിലീസ് ഉണ്ടാവും. അപ്പോൾ ഓവർ സപ്ലൈ വരുമ്പോൾ ഡിമാൻഡ് കുറയും. അവിടെ നമുക്ക് വാല്യുവേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൂടണമെന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ നോക്കേണ്ട ഫണ്ടമെൻ്റൽസ്: ലൊക്കേഷൻ സ്ട്രോങ് ആണോ, ടെനൻറ്റ് ഡിമാൻഡ് സ്ട്രോങ് ആണോ, അവിടെ ടെനൻറ്റിന് ഡിമാൻഡ് ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ ഓണർ ഓക്യുപ്പയർ അപ്പീലുണ്ടോ, കൂടുതൽ ഓണർ ഓക്യുപ്പേഴ്സ് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് നോക്കണം. നിയർ ബൈ സപ്ലൈ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. നിയർ ബൈ സ്ഥലങ്ങളിൽ എത്രത്തോളം സപ്ലൈ ഉണ്ടെന്നുള്ളത് നോക്കണം. അവിടുത്തെ ലാൻഡ് വാല്യൂ, പ്രൈസ് ഫെയർ ആണോ നോക്കണം. നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഹോം ആൻഡ് ലാൻഡ് പാക്കേജ് ആണെങ്കിലും ലാൻഡ് ആണെങ്കിലും അതിൻ്റെ വാല്യൂ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ വാല്യൂ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ ഒരു 800 ആണ്. അവിടെ നിങ്ങൾക്ക് ലാൻഡ് ഒരു 350 ലാൻഡ് കിട്ടുന്നുണ്ട്. അതിനകത്തൊരു വീട് വയ്ക്കുമ്പോഴുള്ള കോസ്റ്റും അതെല്ലാം കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വേണം ആ ഒരു ഡിസിഷനിൽ വരാൻ. അതുപോലെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റിൽ ഇപ്പോൾ പല ബിൽഡേഴ്സും അല്ലെങ്കിൽ ഡെവലപ്പേഴ്സും പറഞ്ഞ സമയത്ത് അവർക്ക് കൺസ്ട്രക്ഷൻ തീരണമെന്നില്ല. അത് ഡിലേ ആവാൻ സാധ്യതയുണ്ട് ഫോർ എനി റീസൺ. അതേപോലെ ഇത് കഴിയുന്ന സമയത്ത് അതിൻ്റെ വാല്യുവേഷൻ, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടിക്കും അഡ്വാൻറ്റേജസ് ഉണ്ട്. പ്രോപ്പർട്ടി ഓൾറെഡി ബിൽട്ടാണ്, നിങ്ങൾക്കും ഇൻസ്പെക്ട് ചെയ്യാം, നമുക്ക് സ്ട്രീറ്റ് കാണാം, നെയ്ബർഹുഡ് കാണാം. മെയിൻ്റനൻസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. റെൻ്റൽ ഡിമാൻഡ്, ഇതെല്ലാം നമുക്ക് ഫിസിക്കലി വെരിഫൈ ചെയ്യാം. സെക്കൻഡ് അഡ്വാൻറ്റേജ്, നമ്മൾ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ റെൻറ്റ് കിട്ടും. അതാണ് മെയിനായിട്ടുള്ള നമ്മുടെ ക്യാഷ് ഫ്ലോ ഇതിനും ബാധിക്കുന്നില്ല, വെയിറ്റിംഗ് പീരീഡ് ഇല്ല. തേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടീസിലും എസ്റ്റാബ്ലിഷ്ഡ് സബർബിലായിരിക്കും ട്രാൻസ്പോർട്ട്, സ്കൂള്, ഷോപ്പ്, ഹോസ്പിറ്റൽ, യൂണിവേഴ്സിറ്റി, ജോബ്, ലൈഫ് സ്റ്റൈൽ അമ്യൂണിറ്റീസ് എല്ലാം അവൈലബിൾ ആയിരിക്കും അവിടെ.
ഇത്തരം ഏരിയയിൽ നമുക്ക് കൂടുതലായിട്ട് ലാൻഡ് സ്കേർസിറ്റി കൂടുതലായിരിക്കും. ലോങ് ടേം ക്യാപിറ്റൽ ഗ്രോത്തിന് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് ഇതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ലോങ് ടേം ഗ്രോത്ത് നോക്കുമ്പോൾ. അടുത്തത് നെഗോസിയേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. നമ്മളിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് വീട് വാങ്ങിക്കുന്ന സമയത്ത് നമുക്കവിടെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൈസ് മാർക്കറ്റിലെ കമ്പയറബിൾ സൈറ്റ്സ് എല്ലാം വെച്ച് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പഴയ പ്രോപ്പർട്ടി ആകുമ്പോൾ ലാൻഡ് സൈസ് കൂടുതലുണ്ടാകും, ചില ലാൻഡിൽ സബ് ഡിവിഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകും, ആ രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. പക്ഷേ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടിക്ക് അതായത് നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി എല്ലാം പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അതിനകത്തും ചില ചലഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് നെഗറ്റീവ് ഗിയറിംഗ് ബെനിഫിറ്റ് സാലറി ഇൻകത്തിനോട് ഓഫ്സെറ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് ക്യാഷ് ഫ്ലോ പ്ലാനിങ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടിയിൽ മെയിൻ്റെനൻസ് ഉണ്ടാവാം, ഡിപ്രിസിയേഷൻ ബെനിഫിറ്റ് പുതിയ പ്രോപ്പർട്ടിയേക്കാൾ കുറവായിരിക്കും. അതിനാൽ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി വാങ്ങുമ്പോഴും കെയർഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ റൈറ്റ് എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി ഇൻ റൈറ്റ് ലൊക്കേഷനിൽ റൈറ്റ് പ്രൈസിങ്, സ്ട്രോങ് റെൻ്റൽ ഡിമാൻഡും സ്ട്രോങ് ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ ലോങ് ടേം വെൽത്ത് ക്രിയേഷന് വളരെ പവർഫുള്ളായിരിക്കും. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി മാത്രം കാൽക്കുലേറ്റ് ചെയ്യരുത്, ടാക്സ് റീഫണ്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്യരുത്, ഡിപ്രിസിയേഷൻ മാത്രം കാൽക്കുലേറ്റ് ചെയ്യരുത്. ഫുൾ പിക്ചർ ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രോപ്പർട്ടി പ്രൈസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ബൈയിങ് കോസ്റ്റ്, സെറ്റിൽമെൻറ്റ് ടൈം ലൈൻ, മിസ്ഡ് റെൻറ്റ്, മിസ്ഡ് ക്യാപിറ്റൽ ഗ്രോത്ത്, അതായത് കൺസെഷൻ ഡിലേ കാരണം ഗ്രോത്ത് നഷ്ടമാകുമോ എന്ന് നോക്കേണ്ടത് പ്രധാനമാണ്. റെൻ്റൽ ഈൽഡ്, പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാൻ ക്യാഷ് ഫ്ലോ മാനേജബിൾ ആണോ എന്നറിയാനായിട്ട് റെൻ്റൽ ഈൽഡ് നമ്മൾ നോക്കണം. ടാക്സ് ബെനിഫിറ്റ് അത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അറിയണം. ലാൻഡ് കമ്പോണൻറ്റ്, അതുപോലെ സപ്ലൈ റിസ്ക്, ആ ഏരിയയിൽ എത്രത്തോളം സപ്ലൈ ഉണ്ട്, റീസെയിൽ ഡിമാൻഡ് എത്രത്തോളം ഉണ്ടാവും. ഇവയെല്ലാം കൂടെ നോക്കിയാലാണ് പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ കഴിയുള്ളൂ. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇൻ വെരി സിമ്പിൾ ടേംസ്. ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് 30,000 സേവ് ചെയ്യുന്നു എന്ന് കരുതുക. പക്ഷേ ആ പ്രോപ്പർട്ടി വീക്ക് ലൊക്കേഷനിലാണെങ്കിൽ 5 വർഷം നെക്സ്റ്റ് 5 വർഷം ഗ്രോത്ത് പോറാണെങ്കിൽ ആ സേവിങ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്? അതായത് നിങ്ങളിപ്പോൾ ടാക്സ് ബെനിഫിറ്റും അല്ലെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സംഷൻ എല്ലാം കൂടെ $30,000 സേവ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്ക് അടുത്തൊരു 5 വർഷം ആ ഏരിയയിൽ വേണ്ടത്ര ഗ്രോത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ആ രീതിയിലാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോൾ കോമൺ ആയിട്ടൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൂടെ വരാം. ചിലർ പറയും ഗവൺമെൻറ് ന്യൂ ബിൽഡ് സപ്പോർട്ട് ചെയ്യുന്നു, അതുകൊണ്ട് എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി ഇനി ഗുഡ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. അത് ശരിയായൊരു തിങ്കിങ് അല്ല. ഗവൺമെൻറ് പോളിസി മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും, ക്യാഷ് ഫ്ലോ എഫക്റ്റ് ചെയ്യും, ഇൻവെസ്റ്റർ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യും. പക്ഷേ പ്രോപ്പർട്ടി ഫണ്ടമെൻ്റൽസ് ഇല്ലാതാവില്ല. അതായത് പീപ്പിൾ സ്റ്റിൽ നീഡ് ടു ലിവ് നിയർ ജോബ്സ്, ഫാമിലി still want good school, tenants still want transport, buyers still want lifestyle. So good land in good location still has demand. ബഡ്ജറ്റ് ചേഞ്ചസ് എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ ക്യാഷ് ഫ്ലോ കാൽക്കുലേഷൻ മാറ്റാം, പക്ഷേ സ്ട്രോങ് എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ ലോങ് ടേം അപ്പീൽ ഇല്ലാതാവില്ല. അതുപോലെ ന്യൂ പ്രോപ്പർട്ടിക്ക് ടാക്സ് അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എല്ലാ ന്യൂ പ്രോപ്പർട്ടീസിനും ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആകണമെന്നില്ല. അതുകൊണ്ട് സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ഇമോഷണൽ ഡിസിഷൻ എടുക്കില്ല, മാർക്കറ്റിംഗ് പ്രോസസ് കണ്ട് ഡിസിഷൻ എടുക്കില്ല, ടാക്സ് സേവിങ് കേട്ട് ഡിസിഷൻ എടുക്കില്ല. അപ്പോൾ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് നോക്കും, ലൊക്കേഷൻ നോക്കും, റിസ്ക് നോക്കും, ഗ്രോത്ത് നോക്കും, എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജി നോക്കും, എന്നിട്ട് അവർ ഡിസിഷൻ എടുക്കുള്ളൂ. ഇപ്പോൾ ഫൈനൽ മെസ്സേജ് സിമ്പിളായിട്ട് ഞാൻ പറയാം. ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി വാങ്ങുന്നത് തെറ്റല്ല, എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി വാങ്ങുന്നതും തെറ്റല്ല. തെറ്റാകുന്നത് റോങ് പ്രോപ്പർട്ടി വാങ്ങുന്നതാണ്. റോങ് ന്യൂ പ്രോപ്പർട്ടി വാങ്ങിയാലും ലോസ് ഉണ്ടാകും, റോങ് എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി വാങ്ങിയാലും ലോസ് ഉണ്ടാകും. അപ്പോൾ റൈറ്റ് ന്യൂ പ്രോപ്പർട്ടി വാങ്ങിയാൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യും, അതേപോലെ റൈറ്റ് എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി വാങ്ങിയാലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യും. സോ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി പുതിയതാണോ പഴയ എക്സിസ്റ്റിംഗ് ആണോ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഷുഡ് ബി വിച്ച് പ്രോപ്പർട്ടി വിൽ ഹെൽപ്പ് മീ ബിൽഡ് വെൽത്ത് സേഫ്ലി ആൻഡ് സ്ട്രാറ്റജിക്കലി. സ്റ്റാമ്പ് ഡ്യൂട്ടി സേവിങ്സ് ഉണ്ടോ എന്ന് നോക്കണം, പക്ഷേ അതുമാത്രം നോക്കരുത്. നെഗറ്റീവ് ഗിയറിംഗ് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കണം, പക്ഷേ
അത് മാത്രം നോക്കരുത്. ഡിപ്രിസിയേഷൻ കിട്ടുമോ എന്ന് നോക്കണം, പക്ഷേ അത് മാത്രം നോക്കരുത്. നിങ്ങൾ നോക്കേണ്ടത് ക്യാപിറ്റൽ ഗ്രോത്ത്, ലൊക്കേഷൻ, റെൻ്റൽ ഡിമാൻഡ്, ഡിലേ ഇൻ കൺസ്ട്രക്ഷൻ, റിസ്ക് ഫാക്ടേഴ്സ്, റീസെയിൽ, നിങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ കഴിഞ്ഞ സമയത്ത് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ, അതേപോലെ ക്യാഷ് ഫ്ലോ, ഇതെല്ലാം കൂടെ നോക്കിയിട്ട് വേണം നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ. സോ ഇപ്പോഴും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി വാങ്ങണോ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി വാങ്ങണോ, ഗസ് ചെയ്യരുത്. നമ്പേഴ്സ് കമ്പയർ ചെയ്യുക, അക്കൗണ്ടിനോട് സംസാരിക്കുക, മോർഗേജ് ബ്രോക്കർ, ബോറോയിങ് കപ്പാസിറ്റി ചെക്ക് ചെയ്യുക, ബോറോയിങ് പ്രൊഫഷണൽസിനോട് ലൊക്കേഷൻ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, അതായത് പ്രോപ്പർട്ടി പ്രൊഫഷണൽസിനോട് ലൊക്കേഷൻ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഡിസ്കസ് ചെയ്യുക. ക്യാഷ് ഫ്ലോ ബഫർ ഉണ്ടാകുമ്പോൾ നോക്കുക. പ്രോപ്പർട്ടി ഡിസിഷൻ ഇമോഷണലായി എടുക്കരുത്, സ്ട്രാറ്റജിക് ആയിരിക്കണം. നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഗൈഡൻസ് വേണമെങ്കിൽ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ റിവ്യൂ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ ന്യൂ പ്രോപ്പർട്ടിയാണോ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടിയാണോ ബെറ്റർ എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എങ്കിൽ ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു മീ. ഐ എം സുദേശ്. ഞാനൊരു ബയേഴ്സ് ഏജൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഐ ഹെൽപ്പ് ബിസി പ്രൊഫഷണൽസ് ലൈക്ക് യു ഗ്രോ വെൽത്ത് ത്രൂ റിയൽ എസ്റ്റേറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.